നമസ്കാരം. ഇന്ന് വിജയദശമി. പതിനായിരക്കണക്കിന് കുരുന്നുകളാണ് ഇന്ന് വിദ്യാദേവതയ്ക്ക് മുന്നിൽ ആദ്യാക്ഷരം കുറിക്കുന്നത്. വിദ്യാരംഭത്തിന് ഉത്തമമായ ദിവസമാണ് വിജയദശമി എന്നാണ് വിശ്വാസം. ആയിരക്കണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് അറിവിൻ്റെ ലോകത്തേക്ക് ഇന്ന് എത്തുന്നത്. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലുമടക്കം വിദ്യാരംഭ ചടങ്ങുകൾ ഇന്ന് സംഘടിപ്പിക്കും. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ദേവീക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലും മലപ്പുറത്ത് തുഞ്ചൻപറമ്പ് അടക്കമുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഇന്ന് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. സംസ്ഥാനത്തുടനീളം സാഹിത്യ സാമൂഹിക രംഗത്തെ പ്രമുഖർ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. വിദ്യാദേവതയായ സരസ്വതീ ദേവിക്ക് മുന്നിൽ അച്ഛനോ അമ്മയോ ഗുരുവോ ഗുരുസ്ഥാനീയരായവരോ ആയവർ കുട്ടികളെ മടിയിലിരുത്തി മണലിലോ അരിയിലോ ഹരിശ്രീ ഗണപതായേ നമ എന്ന് എഴുതിക്കുന്നു. അതിനുശേഷം സ്വർണ്ണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ എന്നെഴുതുന്നതോടെ വിദ്യാരംഭമായി എന്നാണ് വിശ്വാസം. ഇന്നോടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ പരിസമാപ്തിയിൽ എത്തുകയാണ്. അസുര രാജാവായിരുന്ന മഹിഷാസുരനെ ദുർഗ വധിച്ച ദിവസമാണ് വിജയദശമി എന്നും വിശ്വാസമുണ്ട്. കേരളത്തിൽ നവരാത്രി പൂജയുടെ അവസാന ദിനമാണ് വിജയദശമി ദിവസമായി ആഘോഷിക്കുന്നത്. വടക്കുതെക്ക് സംസ്ഥാനങ്ങളിൽ രാവണനുമേൽ ശ്രീരാമൻ നേടിയ വിജയത്തിൻ്റെ ആഘോഷമായാണ് വിജയദശമി ദിനം ആഘോഷിക്കുക. കിഴക്ക് വടക്കൻ സംസ്ഥാനങ്ങളിൽ അസുര രാജാവായിരുന്ന മഹിഷാസുരനെ കൊന്ന് ദുർഗാദേവി വിജയം കൈവരിച്ച കാലമാണ് വിജയദശമി എന്നും സങ്കല്പമുണ്ട്. ത്രൈലോക്യങ്ങൾ കീഴടക്കി വാണ അസുര രാജാവായിരുന്ന മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രനെയും ദേവകളെയും ആട്ടിപ്പായിച്ചുവെന്നും ദേവന്മാർ ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് മുൻപിൽ സങ്കടം ഉണർത്തിച്ചുവെന്നും എല്ലാ ദേവകളുടെയും ശക്തി ഒന്നിച്ചു ചേർന്ന ദുർഗാദേവി രൂപമെടുത്തു എന്നും തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടിയ ദിനം എന്നും പൊതുവെ ഈ ദിനത്തെ കരുതപ്പെടുന്നു. ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും എല്ലാവിധ ആശംസകളും.